രാത്രിയും പകലും കാട്ടാനകൾ വീട്ടുമുറ്റത്ത്, ദുരിതത്തിലായി പിണവൂർക്കുടി നിവാസികൾ. രാത്രിയും പകലും കാട്ടാനകൾ വീട്ടുമുറ്റത്ത്, ദുരിതത്തിലായി പിണവൂർക്കുടി നിവാസികൾ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ജനവാസ മേഖലയായ പിണവൂർക്കുടിയിലെ താമസക്കാരാണ് കാട്ടാന ഭീഷണിയുടെ ദുരിതമനുഭവിക്കുന്നത്. ആനന്ദൻകുടി ഭാഗത്ത് കഴിഞ്ഞ രാത്രി കൊച്ചുപറമ്പിൽ രാധയുടെ വീടും ആഞ്ഞിലിമൂട്ടിൽ സന്തോഷ് എന്നിവരുടെ വീടിന്റെ പരിസരത്തും ആനയുടെ വിളയാട്ടം കൊണ്ട് രാത്രി ഭീതിയോടെയാണ് കഴിഞ്ഞത്. ദിവസവും മറ്റു വീടുകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. രാത്രിയിലും പകലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കൂടാതെ സ്കൂളിൽ വരെ കുട്ടികളെ വിടാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട്. മാത്രവുമല്ല, ഉദ്യോഗസ്ഥർക്ക് ജോലിക്ക് പോകാനോ ഇന്റർവ്യൂവിന് സമയത്തെത്താനോ കഴിയുന്നില്ല. വീട്ടിന് ചേർന്ന് ആന അനങ്ങാതെ വന്ന് നിൽക്കും. പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കൃഷിനാശം കാരണം സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരം കാണുവാൻ വനപാലകരോ ജനപ്രതിനിധികളോ ഇടപെടുന്നില്ലെന്ന് പരാതിയുമുണ്ട്. എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് 9-ാം വാർഡ് പിണൂർകുടി ആനന്ദകുടി ഭാഗത്ത് ഈ കഴിഞ്ഞ രാത്രി 5 മണിക്ക് ആനയുടെ ആക്രമണം ഉണ്ടായി. ഇവിടെ വെച്ചിരുന്ന ടാങ്ക്, കുടിവെള്ള ടാങ്ക് ആന പൊട്ടിച്ചിട്ടിരുന്ന അവസ്ഥയാണ് അത്. ഈ വീടിന് ചുറ്റും നടന്ന പുറകുവശത്തിരുന്ന് അടുക്കള ഭാഗത്തിരുന്ന് കലവും പാത്രങ്ങളെല്ലാം ചളുക്കിയിട്ടേക്കാണ്. ഇത് ആന വന്ന് ഇടിച്ച അടയാളമാണ്. ഇന്നലെ രാത്രി ആനന്ദകുടി ഭാഗത്ത് സന്ധ്യ ആയപ്പോൾ മുതൽ ആനയുടെ വലിയ ശല്യമായിരുന്നു. ആറാത്തിക്കാർ ഇന്നലെ സന്ധ്യ ആയപ്പോൾ മുതൽ ഇന്ന് നേരം വെളുക്കുന്നവരുടെ അവരുടെ സേവനം ഉണ്ടായിരുന്നു. രാവിലെ ആന ഒന്ന് ഇവിടെ ഉണ്ടെന്ന് അറിയിച്ച് അനുസരിച്ച് ആറാത്തിക്കാർ വന്നപ്പോൾ അവരെ ആന തിരിച്ചോടിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് ബിന്ദു രാജേന്ദ്രൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഷിജി സന്തോഷം പറയും. ഇപ്പോൾ വർഷങ്ങളായിട്ട് ആനശല്യം ഉണ്ട്. എന്നാലും ഈ ഫ്രഞ്ചും എർത്തൊക്കെ ഉണ്ട്. എന്നാലും ആന ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് വീടിൻ്റെ നേരെ ഓടി വരികയും ഞങ്ങൾ പെരക്കി വെക്കുന്നത് ഞങ്ങളെ വലിച്ചിറങ്ങാവുന്ന രീതിയിൽ ആന ഭയങ്കരമായിട്ട് ഒച്ച കേൾപ്പിക്കുകയും പാഞ്ഞു നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി 5 മണിക്ക് വന്ന ആന 6 മണിയോളം ഇവിടെ ശല്യം ചെയ്തിട്ട് ടാങ്ക് പൊട്ടിച്ച് കളഞ്ഞതിൽ ഭയങ്കര തന്നെ ഷെഡ് തകർക്കാൻ നോക്കി. ഒരു ഷെഡ് തകർത്ത് കളയുകയും ചെയ്തു. എന്നിട്ട് പെരക്കി ചുറ്റും അപ്പുറത്ത് തന്നെ പാത്രം എല്ലാം തല്ലി തകർത്തിട്ട് ആന പിന്നെയും പോകാതെ തിരിഞ്ഞ് ഞങ്ങളെ തന്നെ നിൽക്കുകയായിരുന്നു. ജനലിൻ്റെ ഇടയിൽ വന്നിട്ട് ഞങ്ങളെ ചീറ്റി പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് 3ാമത്തെ തവണ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ആന ഓടി വരുന്നത്. എർത്തുണ്ടെങ്കിലും ഫ്രഞ്ച് ഉണ്ടെങ്കിലും ലാസ്റ്റ് വീട് ആനന്ദകുടി ലാസ്റ്റ് വീടായതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്കാണ് ആന വരുന്നത്. ആനന്ദകുടി ഭാഗത്ത് എർത്ത് ഇടുവാണെങ്കിൽ അങ്ങേയറ്റം എർത്ത് ഇടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ശല്യം ഇങ്ങോട്ട് ഉണ്ടാവുകയില്ല. ആനയാണ് മുക്ക് ഭാഗത്ത് ആന പോകാണ്ട് തന്നെ നിൽക്കുക. ഈ ആനയാൻ തോന്നി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇത്രയും നാൾ ഞങ്ങളുടെ വീടിന് നേരെ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആന ഞങ്ങളുടെ വീടിന് നേരെ ആക്രമണവും ഞങ്ങളെ ഉപദ്രവിക്കാൻ വരികയും ചെയ്യുകയാണ്. 2-3 കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾക്ക് ഇറങ്ങി ഓടാനോ ഒട്ടും പോകാനോ ഒന്നും പറ്റുന്നില്ല. അടുത്ത വീട്ടിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അടുത്ത വീട്ടിലെ ചേച്ചിയുടെ ഇതൊക്കെ തകർക്കുകയൊക്കെ ചെയ്യുവാണ്. ഞാൻ കൊച്ചുപുരക്കൽ പിണർക്കുടി സെറ്റിൽമെന്റിൽ പിണർക്കുടി താമസിക്കുന്ന വത്സല രവിയാണ്. കൊച്ചുപുരക്കൽ വത്സല രവിയാണ്. ഇവിടെ നിരന്തരമായിട്ട് ഇപ്പോൾ ആനന്ദ ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക്. വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെയാണ് കയറി ഇറങ്ങി നടക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്ന ചാർത്തൊക്കെ ഇടിച്ച് കുടിച്ച് കഴിഞ്ഞ രാത്രി നശിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ എർത്തൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആന കടന്നു വരുന്ന പറ്റി അങ്ങനെയൊക്കെ. ഞാൻ കൊച്ചുപറമ്പിൽ നിന്നാണ്. എൻ്റെ പേര് രാധാ ബാലകൃഷ്ണൻ. ആന നിരന്തരമായിട്ട് എൻ്റെ മുറ്റത്തോടെ കയറിയാണ് ഇങ്ങോട്ട് പോരുന്നത്. ഇന്ന് വെളുപ്പിന് വന്ന് വീടിനോടൊന്നും ശല്യം ചെയ്യില്ല. പിന്നെ മുറ്റത്ത് 2-3 കപ്പ നിന്ന് പറിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞാണ് പ്ലാവേം ചക്കയും പറിച്ച് തിന്ന് അപ്പോഴാണ് സാറുമാർ വരുന്നത്. അത് വന്നാൽ ഓടിച്ച് പിന്നെ അയൽവക്കത്തെ വീട്ടിലോട്ടെല്ലാം നിരന്തരം 5 മണി 6 മണി വരെ നടക്കുമായിരുന്നു ആന വെളുപ്പിന്. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റില്ല. സാറുമാർ വന്ന് വഴക്കോടെ പറഞ്ഞു 6 മണിക്ക് ഇറങ്ങി എന്തിനാണെന്ന് ചോദിച്ചു. എത്രയും പെട്ടെന്ന് ഇതിനൊരു ഓടിക്കാനുള്ള സംവിധാനം എർത്തും ഫ്രഞ്ചും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ 45ാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം. ബെഡ് ഒന്നിനൊന്ന് ഫ്രീ. സ്റ്റീൽ അലമാര 5500 രൂപ മുതൽ. സെറ്റി സെറ്റ് 7500 രൂപയ്ക്ക്. സ്പ്രിംഗ് ബെഡ് 6750 രൂപ. വുഡൻ അലമാര 23000 രൂപയ്ക്ക്. കോർണർ സെറ്റി 13990 രൂപ. വുഡൻ സെറ്റിയോടൊപ്പം ദിവാൻ കോട്ട് 18990 രൂപയ്ക്ക്. കട്ടിലുകളുടെ മനോഹരങ്ങളായ 108 മോഡലുകൾ. കട്ടിലും ബെഡും ചേർന്ന് 4900 രൂപയ്ക്ക്. എല്ലാവിധ ഓഫീസ് ഫർണിച്ചറുകളുടെയും വൻ ശേഖരം. എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്.